നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരമ്മയ്ക്ക് ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ട് ജീവിക്കുന്ന രണ്ട് പെൺമക്കളാണുള്ളതെങ്കിലോ ആ മക്കൾ തമ്മിലുള്ള സ്നേഹം അമ്മയെ സ്വാർത്ഥയാക്കൂ. ചേച്ചിക്ക് സുഖമില്ലാതെ വരുമ്പോ ചേച്ചിയെ നോക്കാനായി അനിയത്തി കൂടെ നിന്ന അമ്മയ്ക്ക് അതൊരു ആശ്വാസമല്ലേ ഉണ്ടാവുക? ആ പെണ്ണിന്റെ അമ്മ ഞാനല്ല പ്രവേ. പക്ഷെ നമ്മുടെ മോൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. മരിച്ചുപോയ എന്റെ അമ്മ മോളായി ഞാനും അവളെ കാണാൻ തുടങ്ങി. അത് ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല, ഒരു അച്ഛന്റെ മനസ്സിനെ തട്ടി ഉണർത്താൻ അവൾക്ക് കഴിഞ്ഞോണ്ടാ. അമ്മയാവാൻ പ്രസവിക്കണമെന്നില്ല, പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയും ആവില്ല. ശ്രീദേവി അമ്മൂനെ മകളായിട്ട് കാണുന്നത് അതുകൊണ്ടാ. നിനക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? നമുക്കൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് നിനക്ക് മരുമകൾ മാത്രമായിരിക്കും. മറ്റൊരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചവളെന്ന രീതിയിലാ നീ അവളെ കാണുക. കാരണം നീയല്ല അവളെ പ്രസവിച്ചത്. അമ്മൂനൊരു മകളുടെ സ്ഥാനം കൊടുക്കാൻ മനസ്സ് വന്നാൽ അവിടെ തീരാവുന്നേ ഉള്ളൂ മുഴുവൻ പ്രശ്നങ്ങൾ. അന്നേരം ശ്രീകുട്ടി അമ്മവും തമ്മിലുള്ള അടുപ്പം നിന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. രണ്ടാളുടെ അമ്മ എന്ന നിലയിൽ നീ വലുതാകത്തേ ഉള്ളൂ. വേണ്ട, എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. ഒരാൾ എത്രമാത്രം ചുരുങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാൾ അത്രമാത്രം ഒറ്റപ്പെട്ടു പോകും. ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാ അവരുടെ ലോകം വലുതാവുന്നത്. 2 തവണയാ അമ്മ ശ്രീകുട്ടിക്ക് തുണയാവുന്നത്. എങ്ങനെയാ ശ്രീകുട്ടിയുടെ സർജറി നടന്നതെന്ന് നിനക്കറിയാം. ഇന്ന് സംഭവിച്ചതും അവള് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചിട്ടാ ബാത്റൂമിൽ നിന്ന് പോയിസൺ ബോട്ടിൽ കണ്ടെത്തിയത്. 2 തവണ നിന്റെ മോളെ നിനക്ക് അവള് തിരിച്ചു തന്നു. എന്നിട്ടും നിന്റെ കണ്ണ് തുറന്നില്ലെങ്കിൽ ദൈവം വിചാരിച്ചാലും ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല. വാക്കായി വേണ്ട, നീ ചെറുതായി പോവും. നിന്നിൽ നിന്നും ഒരു നല്ല നോട്ടമെങ്കിലും അവളുടെ നേരെ ഉണ്ടായോ? നമ്മളെ മകളെ ഓർത്തെങ്കിലും. എന്താ കാഞ്ചന നിനക്കിതിന് കഴിയാതെ പോയത്? ഒരാൾ ഇല്ലാതായി പോകാൻ ആഗ്രഹിച്ചു പോയാ ആ വെറുപ്പ് അവരുടെ മനസ്സിൽ വീഴുന്ന വിഷോ അതവരെ തന്നെ കാർന്നു തിന്നും. വെറുക്കപ്പെടുന്ന ആൾക്കൊന്നും സംഭവിക്കില്ല, അവര് ജീവിക്കും. വെറുപ്പുമായി നടക്കുന്നവര് അതിൽ തന്നെ കെട്ടടങ്ങും. ഉള്ളിന്റെ ഉള്ളിലെ പ്രഭാചന്ദ്രന്റെ മനസ്സിലെ നീ ഇപ്പോഴും ഉള്ളതുകൊണ്ട് പറഞ്ഞു പോയതാ. നിനക്കതിഷ്ടമായില്ലെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.